ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പടവലങ്ങ പരിപ്പ് തോരൻ. നമുക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി കഴുകി ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി ഈ പടവലങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയ പടവലങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം പടവലങ്ങ ഉണ്ടാവും. അത് ഇതുപോലെ സ്കിന്നൊക്കെ കളയുക. ഇനി അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുക്കാം. പടവലങ്ങ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ പടവലങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു ഫ്രൈ പാനിലിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി തോരനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 6 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് തുറന്നു വെച്ചത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.